കുടിക്കണ തൊടുമ്പോഴേക്ക് പറയണു പറഞ്ഞാ മതി എന്നാ പല പ്രശ്നങ്ങളും. ഹലോ, അപ്പോൾ അതാ രാവിലെ തന്നെ ഒരു പായസം കുടിക്കാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് നല്ലൊരു പായസം വീട്ടിലുണ്ടാക്കി എന്നല്ലാതെ പിന്നെ നമ്മളെ വീട്ടിൽ പായസം വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. തെങ്ങുമ്മ കിടന്നിരുന്ന തേങ്ങ ഇടലും നമ്മളെ നാത്തൂൻ ചേച്ചീൻ്റെ വിരുന്നേരലും ഒപ്പമായതുകൊണ്ട് ഇന്ന് തന്നെ വെക്കാം പായസം എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നല്ല പച്ചത്തേങ്ങ ഇട്ടിട്ട് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു പായസം വെക്കുക. നമ്മളെ നാത്തൂൻ ചേച്ചിക്ക് ഞാൻ ചട്ടിയും ചട്ടക്കൊക്കെ കൊടുത്തതാണ് കേട്ടോ. 32 ഏൽപ്പിച്ചു. മൂപ്പർ എന്താ ഇരിക്കുന്നത് നല്ല തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് റെഡി ആക്കിയിട്ടുള്ള ഇരുത്താണ് കേട്ടോ ഇരിക്കുന്നത്. എല്ലാവരും കൂടിങ്ങാണ്ട് ഒരു പായസം വെക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക രുചിയായിരിക്കും അല്ലേ. ഒരാൾ മാത്രമാണ് ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ അത് വെച്ചാണ്ട് കുഴങ്ങും. പിന്നെ കുടിക്കാൻ നേരത്തേക്ക് ആളാകെ ക്ഷീണിച്ച് അവശേഷിട്ടുണ്ടാവും. അതുകൊണ്ട് ഓരോ ജോലി ഓരോരുത്തർക്കണ്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുടിക്കുന്നിടത്തൊരു സുഖം വേറെ ഉണ്ടേ. അപ്പം ഇനി പായസം വെപ്പിക്കട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്തത് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ നല്ലോണം നാണ്ട് വറുത്ത് കോരി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കണം നല്ല കൊട്ടത്തേങ്ങ ഉണ്ടായിരുന്നു, അതൊന്നാണ്ട് വറുത്ത് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇതാക്കണം നമ്മൾ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ പായസം റെഡി ആക്കിയിട്ട് നമുക്ക് വറുത്ത് കോരി വെച്ച സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ, ഡെക്കറേഷൻ, കടിക്കാൻ, ഇതിനൊക്കെ പറയുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല നെയ്യിൻ്റെയും അണ്ടിപ്പരിപ്പും മുന്തിരിൻ്റെയും തേങ്ങേൻ്റെ ഒക്കെ മണം കേട്ടോടെ തന്നെ നമ്മളെ പായസം കുടിക്കാനുള്ള ആൾക്കാരെ എണ്ണം ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ കുക്കറിൽ കുറച്ച് ചെറുപയറും നല്ല ഉണക്കലരിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉരുളിക്കാണ്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളെ പായസം നല്ലോണം നീട്ടണമല്ലോ. അങ്ങനെയല്ലല്ലോ പായസം കുടിക്കുക, തേങ്ങാപ്പാലൊക്കെ കഴിക്കാണ്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ അതാക്കണം നമ്മൾ ശർക്കര അവിടെ പാലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിയിൽ കല്ലും മുട്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ അതാ ഒന്നാണ്ട് അരിച്ചിട്ടാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ശർക്കരപ്പാവൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് നല്ല ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം പിന്നെ നമ്മൾ നല്ല സൂപ്പറായിട്ട് തന്നെ അവിടെ ഇതാക്കൊണ്ട് രണ്ടാം പാൽ, തേങ്ങേൻ്റെ രണ്ടാം പാലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 5 തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലുകളൊക്കെയാണ് ഇത് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്നാണ്ട് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതാക്കണ പിന്നെ നമ്മൾ പായസമൊക്കെ നന്നായിട്ട് നല്ല ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ രണ്ടാം പാലൊക്കെ ഒഴിച്ചതിന് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ പായസമൊക്കെ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ ഇതാക്കണോ നമ്മൾ ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ മിക്സിയിൽ പൊടിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളും കൂടി ഏലക്കായ, ജീരകം, ചുക്ക്, അപ്പോൾ അതാക്കണതെല്ലാം കൂടി നല്ലോണം പൊടിച്ചിട്ട് പഞ്ചസാരയും ചേർത്തിട്ടാണ് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അതും കൂടി നമ്മളെ പായസത്തിക്കാൻ ഇട്ട് കൊടുത്തണ്ടല്ലോ. ഇപ്പം ഉണ്ട് മക്കളെ ഒരു എന്താ പറയുക, ഒരു പായസത്തിൻ്റെ ഒരു സ്മെല്ല് വരാൻ കുടിച്ചേ നിൽക്കുള്ളൂ കേട്ടോ. ആരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് കുടിക്കാൻ തോന്നും. നല്ല അടിപൊളി പായസം തന്നെയായിരുന്നു കേട്ടോ. ലാസ്റ്റ് പിന്നെ നമ്മൾ ഡെക്കറേഷൻ ഐറ്റംസും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ കൊതി വന്നു എന്നൊക്കെ ഒന്ന് ലൈക്ക് എന്താ പറയുക കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അതാ നമ്മളെ സൂപ്പർ പായസം. ഞാനും ചേർത്തെ എങ്ങനെയുണ്ട്? അടിപൊളി. ഈ വീഡിയോയിൽ ഞാൻ ഇല്ല കേട്ടോ, ഒന്നും പെട്ടിട്ടില്ല. വേണോ? ആ ഉണ്ടായ നല്ലതാണ്. അത് ഞാൻ പറയുമല്ലോ, നേരെ കരി വെളിച്ചമ്പോ തന്നെ പായസം കുടിക്കാൻ ഭയങ്കര പൂതി. എടി അച്ഛമ്മേനെ ചേച്ചീനൊക്കെ വിളിച്ചില്ലേ? അതെയോ? അറിഞ്ഞിട്ടേ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു പായസം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വാഴയില എടുക്കുക, അതിലിത്തിരി പപ്പടം എടുക്കുക, പൊടിക്കുക, എന്നിട്ട് അതിലേക്ക് പായസം ഒഴിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അതിൻ്റെ ഒരു രുചി ഉണ്ടല്ലോ മക്കളെ, പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. ഇതേതായാലും വാഴയിലൊന്നും എടുക്കാൻ പോകാനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് സ്റ്റീൽ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഷുഗറുള്ള അമ്മായി ഗ്ലാസ് കുടിച്ചിട്ടുണ്ടല്ലോ, ചീര സാധനം. ഇത് കട്ടിയാലോ, കട്ടി വേണം. കുടിക്കണ തൊടുമ്പോഴേക്ക് പറയണു നിങ്ങൾ അങ്ങനെ പറഞ്ഞാ മതി, എന്നാ പല പ്രശ്നങ്ങളും. സൂപ്പർ ഞാൻ കുടിച്ചിട്ട് അങ്ങനെ പറയുള്ളൂ.
ഇറക്കിയിട്ട് പറഞ്ഞോളേ തരിപ്പ് പോകും. അങ്ങനെ എല്ലാവർക്കും പായസം ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ അമ്മൂട്ടിക്ക് അടപ്പായസം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ചെറുപയറും വരിപ്പായസം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും കുടിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള അവിടെ ഭയങ്കര വാക്ക് തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളെന്തായാലും പായസം കൈപ്പറ്റിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അങ്ങനെ ബൈ. അടിപൊളി. ഇച്ചാ, നിനക്ക് പായസം